ഈ നിലമ്പൂര് ഒരു 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 കുഗ്രാമമായിരുന്നു താങ്കളുടെ ജന്മദേശം അല്ലേ? കേരളത്തിൻ്റെ മോസ്കോ എന്നറിയപ്പെടുന്ന ഗ്രാമം കവള മുക്കട്ട. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ എന്താ ഈ തിരുവനന്തപുരത്ത് തന്നെ വന്ന തിരുവനന്തപുരത്ത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഷോയ്ക്ക് മാത്രം വരുന്ന ഒരാളായിരുന്നു. തിരുവനന്തപുരത്ത് പ്രോഗ്രാംസിന് വരും, ഷോ കഴിഞ്ഞ് തിരിച്ചു പോകും. പക്ഷേ അന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എഴുത്തുകാരെ പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു. ഇത് വലിയ ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോഴും അന്നും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരാണ്. കാരണം എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ മാജിക് എന്ന് പറയുന്നത് അവരുടെ ബ്രെയിനിലുണ്ടായി. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരുപാട് സഹായികളൊന്നുമില്ല, അവർക്ക് ഒരാളുടെ മാത്രം ആണ് സൃഷ്ടിയാണ്. കഥ കേട്ട് വളർന്നതിൻ്റെ ഒരു അതെ ആയിരിക്കാം. അപ്പോൾ അന്ന് ONV സാറ്, അതുപോലെ തന്നെ മലയാറ്റൂർ സാറ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് തിരുവനന്തപുരം ചെമ്മനം ചാക്കോ ആളുകളുടെയൊക്കെ വീട്ടിൽ പോവുക, അവരെ പരിചയപ്പെടുക, അതൊരു ഹോബിയായിരുന്നു. അങ്ങനെയാണ് മലയാറ്റൂർ സാറിനെ പരിചയപ്പെട്ടത്. മലയാറ്റൂർ സാറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും മകനും പോലെ വല്ലാത്തൊരടുപ്പമായി. സാറാണ് ശരിക്കും മാജിക് അക്കാഡമി എന്ന് പറയുന്നൊരു സാധനം വേണമെന്ന് പറയുന്നത്. അങ്ങനെ മാജിക് അക്കാഡമി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി, ഏഷ്യയിൽ ആദ്യത്തെ ഒരു അക്കാഡമി ഉണ്ടാക്കി. സാറ് തന്നെ അതിൻ്റെ ബൈലോ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അധിപനായിട്ട് സാറ് തന്നെ വന്നു. അങ്ങനെയാണ് മാജിക് അക്കാഡമി ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ അങ്ങനെ ഒരു അക്കാഡമി രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം അല്ല ഒരു കാര്യം ഒരു അഭിപ്രായം പറയുകയുണ്ടായി, അന്ധവിശ്വാസങ്ങൾക്കെതിരെ. അതെ, അന്ധവിശ്വാസങ്ങൾക്ക് പതരെ പടപൊരുതണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കി. അതെന്താ അങ്ങനെ മാജിക്കിനെ? കാരണം മാജിക്കിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. മാജിക് എന്ന് പറയുന്ന രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കല. രണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അമാനുഷിക സിദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ആൾദൈവങ്ങൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം. അപ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ, ഈ ഒരു കല, മനോഹരമായൊരു കലയെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെയുള്ളൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മലയാറ്റൂർ സാർ എന്ന് മനഃപൂർവ്വം അന്ധവിശ്വാസങ്ങൾക്കെതിരെ, സൂപ്പർസ്റ്റിഷൻസിനെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനം എന്ന് പറയാൻ കാരണം. ഈ അങ്ങനെ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ശരിക്കും മാജിക്കിൽ താങ്കൾ നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ നിലമ്പൂരിലെ തേക്കിന് മാത്രമല്ല നല്ല കാമ്പുള്ളത്, അവിടുത്തെ മനുഷ്യർക്ക് നല്ല കാമ്പുണ്ട് എന്ന് താങ്കൾ തെളിയിക്കുകയായിരുന്നല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തീർച്ചയായിട്ടും പറയാനില്ല. കാരണം നിലമ്പൂർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് തേക്കാണ്. പിന്നെ ഒരുപക്ഷെ ഈ താങ്കളെ ഇപ്പോൾ തിരുവനന്തപുരത്തുകാരനായിട്ടാണ് ഇപ്പോൾ പലരും കണ്ടിരിക്കുന്നത്. ഈ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന അവർ പ്രേക്ഷകരൊക്കെ തന്നെ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് നിലമ്പൂരായിരുന്നോ അദ്ദേഹത്തിൻ്റെ നാടെന്ന് ആലോചിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്വപ്നങ്ങൾ ഒരുപാട് നിലമ്പൂരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഒരു നാടും ആ നാടിൻ്റെ ഒരു അന്തരീക്ഷവുമാണ് ഒരുപാട് കഠിനമായിട്ടുള്ളൊരു അധ്വാനം പിടിച്ച ചെറുപ്പകാലമായിരുന്നു എൻ്റെത്. സ്കൂളിലേക്ക് ഒരുപാട് ദൂരം നടക്കുക, ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ഗ്രാമം, പിന്നെ കർഷകർ മാത്രമുള്ള. അപ്പോൾ അതൊക്കെ ആ ഒരു അന്തരീക്ഷത്തിലല്ല ഞാൻ വളർന്നിരുന്നതെങ്കിൽ, ഒരുപക്ഷെ തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചതെങ്കിൽ ഒരുപക്ഷെ ഞാൻ മജീഷ്യൻ ആവുമായിരുന്നില്ല. അവിടുത്തെ കുറേ ഒരു മിസ്റ്റിക് ആയിട്ടുള്ളൊരു ലോകം, അങ്ങനെയുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ ആണ് എന്നൊരു ജാലവിദ്യക്കാരനാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ നാട്ടിലപ്പോൾ വേദികളിലൊക്കെ ഒരുപാട് മാജിക് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? യെസ്, ധാരാളം. നാട്ടിൽ പ്രോഗ്രാം ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ സ്കൂൾ ഷോസ് എത്ര ചെയ്തിട്ടുണ്ട്, 50 പൈസ ടിക്കറ്റ് വെച്ച് ഇത്ര ഷോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2011 അങ്ങനെ താങ്കൾ പിന്നെ മാജിക്കിലെ അതായത് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. മെർലിൻ അവാർഡ് അല്ലേ? ഈ 1995 തോന്നുന്നു അല്ലേ? മോഹൻലാലുമായിട്ടൊരു പദ്ധതി താങ്കൾ പ്ലാൻ ചെയ്തു. ആ പദ്ധതി എന്തുകൊണ്ടോ പൊളിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി അല്ലേ? പൊളിച്ചോ? ഇപ്പം ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നീട് അത്തരത്തിലുള്ള ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരു പക്ഷേ ഇനി നടക്കാം. അതും അന്ന് മനസ്സിൽ കണ്ട അതായിരിക്കില്ല. അത് കാരണം അന്നത്തെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ലാലേട്ടനും അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിരുന്നു. കാരണം ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്ന് റിഹേഴ്സൽ ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം ഉണ്ടായിരുന്നു. പിന്നെ വലിയ പ്രതീക്ഷയിൽ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ബേണിംഗ് ഇല്യൂഷൻ എന്ന് പറയുന്നൊരു മാജിക്ക്, അതിനകത്ത് തീയും മോഹൻലാലും തമ്മിൽ അടുക്കുന്നില്ല, പക്ഷേ അതൊരു ഇല്യൂഷൻ മാത്രമാണ്. പക്ഷേ അതിനെ ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു മാജിക്കായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രൊഫഷണൽ ജലസി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം പിന്നെ അത് ജലസി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസാണ്. ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. കാരണം ഞാൻ ആലോചിക്കുന്നത് ലാലേട്ടൻ ആ മാജിക് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മാന്ത്രിക രംഗം ലോകത്തിന് സംഭാവന ചെയ്യുന്ന വലിയൊരു സ്റ്റെപ്പാകുമായിരുന്നു. കാരണം നമ്മുടെ അദ്ദേഹത്തെ പോലെ ഒരാൾ തയ്യാറാവുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഈ മോഹൻലാലിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം എന്താ? ലാലേട്ടൻ മാജിക്കുകാരനാണ്, അദ്ദേഹത്തിന് മാജിക് അറിയാം. അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ ഇത്രമാത്രം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചില സിനിമകളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മാജിക് അറിയാം അദ്ദേഹത്തിന്. ഇപ്പോഴും ഈയിടെ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമേള ഉണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തുള്ള എല്ലാവരും, രജനീകാന്തും അവരെല്ലാം കൂടിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ അന്ന് മാജിക് കാണിക്കണം എന്ന് പറഞ്ഞു. ഒരു 5-6 മാജിക്കുകൾ പഠിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഗംഭീരമായിട്ട്, ഞാൻ തന്നെ പഠിപ്പിച്ചത് ആ മാജിക് മനോഹരമായിട്ട് പഠിപ്പിച്ച മാജിക്. അത് ഇവിടെ നമുക്ക് വല്ലതും കാണിക്കാൻ പറ്റുന്നതാണോ? അത് ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നതാണ്. ലാലേട്ടൻ കാണിച്ച മാജിക്, ലാലേട്ടന് പഠിപ്പിച്ചു കൊടുത്തത്. ലാലേട്ടനൊന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ത്രെഡിൻ്റെ, കാരണം ഞാൻ കാണിക്കാം, ഒരു ത്രെഡിൻ്റെ മാജിക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു മാജിക്. ഇത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് സിനിമയിൽ വന്ന എല്ലാവരും കൂടിച്ചേർന്ന, അദ്ദേഹം എഴുതിയിരുന്നു അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എല്ലാവരും കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ പല വീടുകളിലാണ് പലരും താമസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു ത്രെഡ് അല്ലേ, ഒരു റോസ് കളറിലുള്ള ത്രെഡ്, ഈ ത്രെഡ് നിന്ന് മുറിച്ച് കഴിഞ്ഞാൽ കൊച്ചു പീസുകളാവും. 2, അതുപോലെ തന്നെ 3, 4, ഇങ്ങനെ കൊച്ചു പീസുകളായിട്ട് മാറുകയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് അതല്ലേ, പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട്, പലരും പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്, എല്ലാവരും ചിതറിപ്പോയി, പല മേഖലകളിലേക്കല്ല, സിനിമയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. പക്ഷേ ആ ഒരു എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ചേർന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ത്രെഡ് കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ബണ്ടിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും കൂടി ഒരുമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു മാജിക്കുകൾ, ആ മെസ്സേജിന് വേണ്ടിയിട്ടുള്ള മാജിക്കുകൾ കാണിച്ചു. ഇത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തല്ലേ? ഇത് അദ്ദേഹം ചെയ്തിരുന്നു അവിടെ. ചെയ്തു. ശരി. ഇത് ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ മുറിക്കുമ്പോഴേ ഇങ്ങനെ താങ്കൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഈ ഓഡിയൻസിൻ്റെ ഈ മനസ്സിനെ ആയിരിക്കാം. കാരണം മാജിക്കിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മിസ്ഡയറക്ഷനാണ്. അതായത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് മാജിക്കിൻ്റെ കാതലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസ് മുഴുവൻ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അറ്റൻഷനെ നമ്മൾ മാറ്റുക ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 കർച്ചീഫ്, ഒരു റെഡ് കർച്ചീഫും ഒരു വൈറ്റ് കർച്ചീഫും, 2 കർച്ചീഫ്. അപ്പോൾ ഈ വൈറ്റ് കർച്ചീഫ് എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ 2 കർച്ചീഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന റെഡാണ്, ഇത് വൈറ്റാണ് അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഈ വൈറ്റ് കർച്ചീഫിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി, അതിനുശേഷം ഈ റെഡ് കർച്ചീഫ് ഇവിടെ വെച്ചു. ഇനി എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നോക്കണം. അപ്പോൾ റെഡ് കർച്ചീഫിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത്, ഈ റെഡ് കർച്ചീഫ്, ഇതിൻ്റെ കളർ റെഡാണല്ലോ അല്ലേ, റെഡ് കർച്ചീഫിനെ ഈ ഇവിടത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇനി നോക്കുന്ന സമയത്ത് കർച്ചീഫിൻ്റെ നിറം എന്താണെന്ന് നോക്കണം. സോ ഇറ്റ്സ് ഗോൺ. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത് മിസ്ഡയറക്ഷനാണ്. അതായത് ഇപ്പോൾ റെഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ശരിക്കും കർച്ചീഫിൻ്റെ നിറത്തിൽ യാതൊരു പ്രസക്തിയില്ല. പക്ഷേ റെഡ് എന്ന് പറയുന്ന സമയത്ത് ആ റെഡിലേക്ക് മാത്രം സൂക്ഷിച്ച് നോക്കുകയും, ശരിക്കും ഒന്നുമില്ല, സംഭവിച്ചിട്ടൊന്നുമില്ല, കർച്ചീഫ് ഇവിടെ തന്നെയുണ്ട്, കാരണം എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട് സംഭവം. കണ്ടോ? ഇതാണ് മാജിക്കിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം എന്ന് പറയുന്ന മിസ്ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു തരാൻ പറ്റില്ലല്ലേ? ഇല്ല, പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമാണ്. ഇറ്റ്സ് എ മിസ്ഡയറക്ഷൻ.